ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, നിങ്ങൾ നിങ്ങളുടെ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മസ്റ്റായിട്ടും എപ്പോഴും ഓർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഈ മിസ്റ്റേക്ക് നിങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ അത് ഒന്ന് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കും. എപ്പോഴും നമ്മുടെ കറൻറ്റ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി തോട്ട്സുകൾ നമ്മുടെ മനസ്സിലോട്ട് വരും. ആ തോട്ട്സുകൾ നമ്മൾ ചിലപ്പോൾ ബിലീവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അതൊരു ബ്ലോക്കായിട്ട് വരും. കാരണം കറൻറ്റ് റിയാലിറ്റി എന്തായിരിക്കും? ആ വ്യക്തി ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നില്ല, മിണ്ടുന്നില്ല, മെസ്സേജ് അയക്കുന്നില്ല, എന്നെ ഇട്ടേച്ചു പോയി, ഇങ്ങനെയൊക്കെയുള്ള തോട്ടുകളായിരിക്കും. അപ്പോൾ അതിന് പകരം ചിലപ്പോൾ നമ്മൾ അപ്പുറത്ത് അഫേം ചെയ്യുന്നത് ആ വ്യക്തി എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ ഇപ്പോഴും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആ വ്യക്തി എന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെയുള്ള അഫർമേഷൻസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി കറൻറ്റ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തോട്ട്സ് ആയിരിക്കും നമുക്ക് കൂടുതൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് പെട്ടെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു സീക്രട്ട് ഉപയോഗിക്കാറുണ്ട്. ആ ഒരു സീക്രട്ട് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരട്ടെ. അതിതാണ്, ഐ ലവ് എന്ന് വെച്ചിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പറയുക. അത് എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും, കാരണം ഇപ്പോൾ കറണ്ട് റിയാലിറ്റി എന്താ? ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ. നേരെ മറിച്ച് ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിൽ നിങ്ങൾ പറയുകയാണെങ്കിലോ അത് പെട്ടെന്ന് മൈൻഡിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പലപ്പോഴും ഈ മാനിഫെസ്റ്റേഷൻ നടക്കാത്തത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് വില്ലനായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു തവണ ചിന്തിക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് പറയണം അത് ശരിയല്ല, അത് നുണയാണ് എന്നുള്ളത്. എപ്പോൾ? നമ്മുടെ മൈൻഡ് ഉണർന്നിരിക്കുന്ന സമയത്താണ് അങ്ങനെ പറയുന്നത്. ഉണർന്നിരിക്കാത്ത സമയമുണ്ട്. രാവിലെ എണീറ്റ ഉടനെ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മയക്കത്തിലായിരിക്കും. ആ സമയത്ത് ടെക്നിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുകൂടി ഈസിയാണ്. പക്ഷേ പലപ്പോഴും പല ആളുകളും ആ സമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. കാരണം എണീറ്റ് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ചില ആളുകൾ ചെയ്യുക. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്നെ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് തീർക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ സമയമൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ മനസ്സിനെ കൃത്യമായിട്ട് പ്രോഗ്രാമിങ് ചെയ്യാനും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊന്ന് ചിന്തിച്ചു തുടങ്ങി കഴിഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് നടക്കും. ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തി എൻ്റെ കൂടെ ഇരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുപോലെ ആ വ്യക്തി എനിക്ക് മെസ്സേജ് അയക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു, ആ വ്യക്തി എനിക്ക് എന്നോട് എന്നും വിളിച്ച് സംസാരിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലോട്ട് നിങ്ങളുടെ ചിന്താഗതിയെ മാറ്റുക. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിക്കുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി ഫാസ്റ്റായിട്ട് നടക്കുന്നതായിരിക്കും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് റിജക്ഷനാണ് കിട്ടിയത് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ വേണ്ടെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയി. അപ്പോൾ ആ ഒരു നോ, അല്ലെങ്കിൽ അവരെടുത്ത ആ ഒരു തീരുമാനം, ആ തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. ഇനി എപ്പോഴും അവൾ അങ്ങനെ തന്നെയായിരിക്കും, കാരണം അവളൊരു തീരുമാനം എടുത്താൽ പിന്നെ അതൊന്നും മാറാറില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. കാരണം എന്നെ വിളിച്ച് പല ആളുകളും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒത്തിരി ആളുകളും അങ്ങനെയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മാറില്ല, ഇനി തീരുമാനം മാറില്ല എന്നുള്ള രീതിയിലൊക്കെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ചെറിയ രീതിയിലുള്ള പ്രാക്ടീസുകളൊക്കെ ചെയ്ത് അവരുടെ തീരുമാനമൊക്കെ മാറിയിട്ട് നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ബ്ലോക്കിനെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, ആ വ്യക്തി നമ്മളെ തിരഞ്ഞെടുക്കുന്നു അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ അഫേം ചെയ്യുക എന്നുള്ളത്. ആ വ്യക്തി എൻ്റെ കൂടെ ജീവിക്കാൻ തീരുമാനിക്കുന്നു, ആ വ്യക്തി എന്നെ ലൈഫ് പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുക്കുന്നു, ആ വ്യക്തി എന്നും ഞാൻ അവരുടെ ലൈഫിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ള തോട്ട്സുകളൊക്കെ നമുക്ക് വേണം. അപ്പോൾ ആ വ്യക്തി തീരുമാനമെടുക്കുന്നു അല്ലെങ്കിൽ ആ വ്യക്തി ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുക. അപ്പോൾ ഒന്നുകൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സാണത്. മാനിഫെസ്റ്റേഷൻ ഒന്നുകൂടി നമുക്ക് സ്പീഡപ്പ് ആക്കാനായിട്ട് പറ്റും. പിന്നെ ഇതുപോലെ തന്നെ
നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് വെൻ, എപ്പോഴാണ് ഇത് മാനിഫെസ്റ്റ് ആവുക, ഹൗ, എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ആവുക. ഇതിനെപ്പറ്റി നമ്മൾ ഒരുപാട് ബോധേഡാവേണ്ട ആവശ്യമില്ല. നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞ് ആ ചിന്തിക്കുന്നതിൻ്റെ ഫീലിങ്സ് നമ്മുടെ ബോഡിയിൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കും എന്നുള്ളത് യൂണിവേഴ്സൽ ലോ ആണ്. എല്ലാ ഹ്യൂമൻസിലും ഇത് ഒരുപോലെ വർക്കാവുന്നുണ്ട്. പിന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾക്കാണ് ഇതൊക്കെ ബിലീവ് ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളത്. എത്രയോ ബുക്സുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ലോ ഓഫ് വൈബ്രേഷൻ, അതുപോലെ തന്നെ ദ സീക്രട്ട്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് തുടങ്ങിയ ഇത് പോപ്പുലർ ആയിട്ടുള്ള ബുക്സുകളാണ്. പോപ്പുലർ അല്ലാത്ത ഒട്ടനവധി പുസ്തകങ്ങളുണ്ട്. ഒട്ടനവധി ആളുകൾ ഈ മൈൻഡിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് ഇതൊക്കെ കണ്ടുപിടിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഒരു 50% ആളുകൾ വിശ്വസിക്കുന്നു, 50% ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ നിങ്ങൾ ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓരോ സെലിബ്രിറ്റീസും പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാനത് മാനിഫെസ്റ്റ് ചെയ്തു, ഇത് മാനിഫെസ്റ്റ് ചെയ്തു. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താ വേണ്ടതെങ്കിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമ്മുടെ തോട്ടാണ് ഒരു കാര്യം മാനിഫെസ്റ്റ് ആവാനുള്ള അൾട്ടിമേറ്റ് സീക്രട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. ലൂയിസി എന്ന് പറയുന്ന ഒരു ഓഥർ ഉണ്ട്. അവർ ഒത്തിരി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, മൈൻഡിനെ കുറിച്ച് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഈ ലൂയിസിയുടെ ഹീൽ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിൻ്റെ ലാസ്റ്റ് പേജുകളിലൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. നമ്മുടെ പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ തോട്ട് എന്താണ്, ഇനി ആ തോട്ട് ചേഞ്ച് ചെയ്യുന്നതിലൂടെ എങ്ങനെ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാം, സൊല്യൂഷനും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന തോട്ടുകളാണ് നമ്മുടെ ലൈഫിലെ വില്ലന്മാരായിട്ട് വരുന്നത്. ആ വില്ലന്മാരെ ഇല്ലാണ്ടാക്കാൻ നമ്മുടെ തോട്ട് എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇത് ഹെൽത്തിൻ്റെ കേസിലാണെങ്കിലും റിലേഷൻഷിപ്പിൻ്റെ കേസിലാണെങ്കിലും നമ്മുടെ കരിയറിൻ്റെ കേസിലാണെങ്കിലും സെൽഫ് ഡെവലപ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമ്മളിപ്പോൾ എക്സ്ബാക്കുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇത് പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഹൗ, എങ്ങനെ എന്നുള്ളതും വെൻ, എപ്പോൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ബോധേഡാവണ്ട. അത് യൂണിവേഴ്സിന് വിടുക. കാരണം ഇത്രയും ആളുകൾ ബിലീവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ അതിൽ റിസർച്ച് ചെയ്ത് ഇത് പ്രൂഫുണ്ട് ഇത് നടക്കും എന്നുള്ളത്. അപ്പം നമ്മളൊന്നും വിശ്വസിക്കുക. നമുക്ക് 0 എഫേർട്ട്, വിശ്വസിക്കാൻ അത്ര എഫേർട്ടൊന്നും വേണ്ടല്ലോ. നമ്മളത് വിശ്വസിക്കുക. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ചിലവൊന്നുമില്ല. അപ്പോൾ 100% ബിലീവ് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, തിരിച്ചു വരും. ഓക്കെ, യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ ഗൈഡൻസോ എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചോ. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, സഹായിക്കാൻ ഞങ്ങളുണ്ട് ഇവിടെ. എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം. ആദ്യം നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് ഒന്ന് കേൾക്കട്ടെ. ഓക്കെ, പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.